സൗഖ്യദുഃഖങ്ങൾ സഹജമേവർക്കുമേ നീക്കാവതല്ല സുരാസുരന്മാരാലും ലോകേ സുഖാനന്തരം ദുഃഖമായി വരും ആകുലമില്ല ദുഃഖാനന്തരം സുഖം നൂനം ദിനരാത്രി പോലെ ഗതാഗതം മാനസേ ചിന്തിക്കിൽ അത്രയും അല്ലെടോ ദുഃഖമധ്യേ സുഖമായി വരും പിന്നെ ദുഃഖം സുഖം മധ്യസംസ്ഥമായും വരും രണ്ടും അന്യോന്യ സംയുക്തമായ ഏവനുമുണ്ടു ജലപങ്കമെന്ന പോലെ സഖേ ആകയാൽ ധൈര്യേണ വിദ്വജ്ജനം ഹൃദി ശോകഹർഷങ്ങൾ കൂടാതെ വസിക്കുന്നു. നമസ്കാരം. സനാതന ധർമ്മസംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ലൈക്ക് ബട്ടൺ കൂടി അമർത്തണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. പ്രിയരെ, ഞാൻ മധുസൂദന വാര്യർ ഇവിടെ രാമായണത്തിലെ അയോധ്യാകാണ്ഡത്തിലത്തെ ചില വരികളാണ് ചൊല്ലിയത്. വനവാസത്തിന് പോയതായിരിക്കുന്ന രാമൻ ഗുഹൻ്റെ അവിടെ രാത്രി തങ്ങി. അപ്പോൾ കൈകേയിയെക്കുറിച്ച് വളരെ ദുഃഖിച്ച് പറയുകയാണ് ഗുഹൻ. കുറച്ചൊക്കെ കുറ്റമായിട്ടും ആരോപണമായിട്ടും ഈ താമരക്കണ്ണനായിട്ട് രാജീവലോചനായിരിക്കുന്ന രാമനെ കാട്ടിലേക്ക് അയക്കാൻ എങ്ങനെ കൈകേയിക്ക് തോന്നി? ദുഷ്ടമാനസയാണ് അവൾ. ഇപ്രകാരം പലതും പറഞ്ഞിരിക്കെ ലക്ഷ്മണൻ ആണ് ഇവിടെ ഉപദേശിക്കുന്നത്. സാധാരണയൊക്കെ ലക്ഷ്മണൻ ഉപദേശം കൊടുക്കലാണല്ലോ. ലക്ഷ്മണൻ ഉപദേശിക്കുന്ന ഒരു ഭാഗമാണ് രാമായണത്തിൽ. അങ്ങനെ അധികം ഉണ്ടെന്ന് തോന്നുന്നില്ല ഭാഗങ്ങൾ. ലക്ഷ്മണൻ പറയുകയാണ്, ഈ ഗുഹ, ഈ സുഖദുഃഖങ്ങൾ രണ്ടും ജീവിതത്തിൽ സഹജമാണ്. ഇപ്പോൾ ഇവിടെ രാമൻ കാട്ടിലേക്ക് പോയി, രാമനും ഞാനും ദുഃഖം അനുഭവിക്കുന്നു, സീതാദേവി എന്ന് നീ പറയുന്നു. അവർക്ക് ദുഃഖമൊന്നുമില്ല കേട്ടോ, നീ പറയുന്നു. അതിൽ ദുഃഖിച്ചിട്ട് നീയും ദുഃഖിക്കണം. ഞങ്ങൾ ദുഃഖം, അതിൽ നീ ദുഃഖിച്ചിട്ട് നീ ദുഃഖിക്കുകയാണ്. അപ്പം ഈ സൗഖ്യസുഖങ്ങൾ നിനക്കോ ഞങ്ങൾക്കോ മാത്രം ഉള്ളൊരു പ്രതിഭാസമൊന്നുമല്ല. എല്ലാവർക്കും ഈ പ്രപഞ്ചത്തിൽ സുഖം ഉണ്ട്. അത് മാറി മാറി ദിനരാത്രി പോലെ ഗതാഗതം എന്നാണ്. രാവ് കഴിഞ്ഞാൽ പകല്, പകല് കഴിഞ്ഞാൽ രാവ്, ഇത് മാറി വരുന്നത് പോലെ ജീവിതത്തിൽ ഒരിക്കലും എല്ലായ്പ്പോഴും സുഖമായിട്ടും ഉണ്ടാവില്ല, എല്ലായ്പ്പോഴും ദുഃഖമായിട്ടും ഉണ്ടാവില്ല. അങ്ങനെയൊന്നും സുഖിക്കണമെന്ന് വിചാരിക്കേണ്ട. ദുഃഖിക്കുന്നവർ വിഷമിക്കും വേണ്ട, ഇതൊരു സുഖത്തിൻ്റെ മുന്നോടിയാണെന്ന് വിചാരിക്കുക. സുഖിക്കണവരോ ഇതൊരു ദുഃഖത്തിൻ്റെ മുന്നോടിയാണെന്ന് വിചാരിക്കുക. അപ്പം മതിമറന്ന് സന്തോഷിക്കുകയോ മാറത്തടിച്ച് കരയുകയോ രണ്ടും വേണ്ട എന്ന് ചുരുക്കം. അതാണ് ഇവിടെ പറഞ്ഞത്. ആകയാൽ ധൈര്യേണ വിദ്വജ്ജനം ഹൃദി ശോകഹർഷങ്ങൾ കൂടാതെ വസിക്കുന്നു. ഇവിടെയാണ് പ്രധാനം. സുഖം വരുമ്പോൾ സന്തോഷിക്കുകയോ ദുഃഖം വരുമ്പോൾ ദുഃഖിക്കുകയോ ചെയ്യുന്ന ശോകഹർഷങ്ങൾ രണ്ടും ബാധിക്കാതെ മനസ്സിനെ നമ്മൾ ഒന്ന് ക്രമീകരിക്കലാണ് വാസ്തവത്തിൽ ഏറ്റവും ഈ ലോകത്തിലത്തെ ബ്രഹ്മവിദ്യ. ബ്രഹ്മവിദ്യ എന്ന് പറഞ്ഞാൽ ഈശ്വരനോട് കൂടി ചേരേണ്ട വിദ്യയാണ്. അത് മാത്രമല്ല കേട്ടോ, ലോകത്തിലെ വിദ്യയും കൂടിയാണത്. ബ്രഹ്മവിദ്യ എന്ന് പറഞ്ഞാൽ അത് പറയാം, പക്ഷേ അത് പോരാ. ബ്രഹ്മവിദ്യ മാത്രമല്ല, ഇത് ലോകവിദ്യ കൂടിയാണ്. രണ്ട് വിദ്യയാണ്. ഈ സുഖത്തിന് സന്തോഷിക്കുകയോ ദുഃഖത്തിന് ദുഃഖിക്കുകയോ ചെയ്യാത്ത ഒരവസ്ഥ പഠിച്ചാൽ നമ്മൾ വലിയൊരു പെർസെൻറ്റേജ് പാസ്സായി എന്നർത്ഥം. ബാക്കിയേ പിന്നെ ഉള്ളൂ. ഇതിന് നമ്മൾ പഠിച്ചാൽ വലിയ ബുദ്ധിമുട്ടുണ്ട്. പഠിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. ഇതാണ് ആദ്യമായിട്ട് ആത്മീയത്തിലായാലും ജീവിതത്തിലായാലും നമ്മൾ ശീലിക്കേണ്ട ഒരു കാര്യം എന്നാണ് ലക്ഷ്മണൻ്റെ ഈ ഉപദേശത്തിലത്തെ ഏറ്റവും ചുരുക്കം. ഉദാഹരണം നമ്മൾ പ്രകൃതിയിലേക്ക് തന്നെ ഒന്ന് നോക്കുക. ഇപ്പം ചന്ദ്രൻ ഇല്ലേ, കറുത്ത പക്ഷമുണ്ട് വെളുത്ത പക്ഷമുണ്ട്. പൂർണ്ണനായിരിക്കുന്ന ചന്ദ്രൻ എന്തൊരു ആഹ്ലാദമായിട്ടാണ് നിലാവോടുകൂടി ഇങ്ങനെ തലയെടുപ്പോടുകൂടി നിൽക്കുന്നത് കണ്ട ആന നെറ്റിപ്പട്ടം കെട്ടി നിൽക്കണ പോലെ തോന്നും ഇല്ലേ നമുക്ക്. പക്ഷെ അടുത്ത ദിവസം കുറഞ്ഞു, അടുത്ത ദിവസം കുറഞ്ഞു, അടുത്ത ദിവസം കുറഞ്ഞു. വാവിൻ്റെ അടുത്തേക്കൊക്കെ ആയാൽ ചെറിയ വീതി കുറഞ്ഞ ഒരു കല മാത്രമേ കാണൂ.
അപ്പോൾ ആഹ്ലാദത്തോടു കൂടി തലയെടുപ്പോഴും നിൽക്കുന്ന ചന്ദ്രന് ക്ഷീണചന്ദ്രനായി മാറേണ്ടി വന്നു. ക്ഷീണചന്ദ്രൻ എന്ന് പറയും, പഞ്ചമി ചന്ദ്രൻ എന്ന് പറയും. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കർത്തവാവ് കഴിഞ്ഞാൽ ഇത് നേരെ വലുതാവാൻ തുടങ്ങി ഇല്ലേ. വലുതായിട്ട് എവിടത്തെ പഴയ പോലെ പൂർണ്ണചന്ദ്രനായി. അപ്പോൾ ഇതിൽ ഏതെങ്കിലും സ്ഥിരത ഉണ്ടോ? അതേപോലെ സൂര്യനുണ്ട് ദക്ഷിണായനം ഉത്തരായണം. കാലത്തിനെ പറ്റി പറയുമ്പോൾ അത് രണ്ട്. ദക്ഷിണായനം പൊതുവേ സൂര്യന് പ്രഭാവം കുറഞ്ഞ കാലമാണ്. പകൽ കൂടും, പകൽ കുറയും, രാത്രി കൂടും. ഇരുട്ടാവും, മെല്ലെ വെളിച്ചാവുള്ളൂ ദക്ഷിണായനം സഞ്ചരിക്കുമ്പോൾ. ഉത്തരായണത്തിൽ നേരെ വിപരീതമാണ്. ഇനി ഒരു ദിവസത്തെ കാര്യം തന്നെ എടുക്കുക. പകൽ എന്തൊരു പ്രചണ്ഡമായിട്ടുള്ള തേജസ്സോട് കൂടിയിട്ടാണ് സൂര്യൻ വിളങ്ങണത്. എല്ലാം പോയി രാത്രി ഇല്ലേ. ഒരു ദിവസത്തിൽ തന്നെ ആ സൂര്യന് പ്രകാശമുണ്ട്, മങ്ങലുമുണ്ട്. അയനം നോക്കുമ്പോഴും ഈ സൂര്യൻ്റെ പ്രകാശകാലമുണ്ട്, അതുപോലെ തന്നെ അന്ധകാരകാലം അല്ലെങ്കിൽ തമസിൻ്റെ കാലം എന്ന് പറയും ദക്ഷിണായനമുണ്ട്. ഇനി വേറൊരു അവസ്ഥയും കൂടി സൂര്യചന്ദ്രന്മാർക്കുള്ളതാണ് ഗ്രഹണം. അത്ര പ്രതാപിയായിട്ട് വന്നാലും ആ ഭൂമിയുടെ നിഴലും ഇങ്ങോട്ട് വന്നാൽ പകൽ സമയത്ത് പോലും സൂര്യന് മങ്ങലേൽക്കണു. കണ്ടോ, ഗ്രഹണം ഇട്ട് കഴിഞ്ഞാൽ പഴയ പോലെയായി. അപ്പോൾ സൂര്യൻ്റെ ആ തേജസ് എല്ലാ കാലത്തും ഒരുപോലെ നിൽക്കണില്ല. മേഘങ്ങൾ വരുന്നുണ്ട്, കുറയുന്നുണ്ട്. ഗ്രഹണങ്ങൾ വരുന്നുണ്ട്, മറയുന്നുണ്ട്. രാത്രിയാവുന്നുണ്ട്, കുറയുന്നുണ്ട്. അയനങ്ങളിൽ വ്യത്യാസമുണ്ട്. കറുത്തപക്ഷവും വെളുത്തപക്ഷവും ചന്ദ്രനുണ്ട്. അപ്പോൾ പ്രകൃതി തന്നെ ഇത് പഠിപ്പിക്കുന്നു. എത്ര കേമനായിക്കോട്ടെ. കാരണം വളരെ പ്രതാപിയായിട്ട് സത്യസന്ധനായി ജീവിച്ച ഹരിശ്ചന്ദ്ര രാജാവ് സത്യം പാലിക്കാൻ വേണ്ടി എവിടെ വരെ താണു. ചണ്ടാളൻ്റെ ഭൃത്യൻ വരെ ആയി തീർന്നു. രാജാവിന് ഇതാണ് സ്ഥിതിയെങ്കിൽ വലിയൊരു രാജാവാണ്. ആലോചിച്ച് നോക്കും. ആരെവിടെയും ചോദിച്ചാൽ മുമ്പിൽ വന്ന് വണങ്ങാൻ എത്രയോ ഭൃത്യന്മാരുള്ള ആ ഹരിശ്ചന്ദ്രൻ ശ്മശാനത്തിൽ ഈ ശവം ഇങ്ങനെ കൈകാര്യം ചെയ്യണം. കത്തിക്കുമ്പോൾ അതിങ്ങനെ താഴത്തേക്ക് വീണ കഷ്ണങ്ങളൊക്കെ വടിയുണ്ട്. ആലോചിച്ച് നോക്കണം രാജാവ്. അപ്പം മഹാരാജാവ് എവിടം വരെ താണു. ഭൃത്യനായി മാറി. ചണ്ടാളൻ്റെ ഭൃത്യനായിട്ടാണ് മാറിയത്. അത്രയധികം താഴ്ന്ന കരിവാളിച്ച ആ ശവപ്പറമ്പിൽ നിന്ന് പാടുന്ന പാട്ടാണ് സിനിമയിൽ ആത്മവിദ്യാലയമേ എന്ന്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ വില പിടിയാത്തൊരു തലയോടാവുന്നത് തിലകം ചാർത്തി ലോകത്തിനെ മുഴുവൻ എല്ലാം ഉള്ള ശിരസ്സാണ് തലയോടായിട്ട് മാറുന്നത്. അപ്പോൾ ഈ ഉയർച്ച താഴ്ചകൾ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്, അനിഷേധ്യ ഘടകമാണ് എന്ന സൂര്യചന്ദ്രന്മാരടക്കം അല്ലെങ്കിൽ ചരിത്ര കഥകൾ എല്ലാം നമ്മളെ പഠിപ്പിക്കുന്നു. ഒഴിച്ചുകൂടാൻ പറ്റില്ല. ഒരാൾക്ക് മാത്രമല്ല ഇത്, നമ്മുടെ മാത്രം ഒരു അവസ്ഥയല്ല ഇത്. ലോകത്തിൽ ജനിച്ചോ ഇതെല്ലാം നമ്മൾ നേരിടണം. ഈ വിഷമങ്ങൾ വരുമ്പോൾ വല്ലാതെ മനസ്സ് കീഴ്പ്പെട്ട് പോവുക, സന്തോഷം വരുമ്പോൾ വല്ലാതെ തുള്ളിച്ചാടി അഹങ്കരിക്കുക. ഇത് രണ്ടും നിയന്ത്രിക്കാൻ പഠിക്കുന്നതാണ് യഥാർത്ഥത്തിൽ പക്വതയുള്ള മനുഷ്യൻ വേണ്ടത് എന്നാണ്. അതുകൊണ്ട് കൈകേയെ കുറ്റം പറയേണ്ട. ഇതൊക്കെ കർമ്മഗതിയാണ്, ഈശ്വര നിശ്ചയമാണ്. അനുഭവിക്കാനുള്ള യോഗം ഉള്ളതുകൊണ്ടാണ് അനുഭവിക്കുന്നത്. അതിന് കൈകേയി ഒരു നിമിത്തമായി എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് വരുന്ന സുഖഭോഗങ്ങൾ അനുഭവിക്കാൻ വിരോധമില്ല. പക്ഷേ മോഹിക്കേണ്ട. ഭോഗത്തിനായിക്കൊണ്ട് കാമിക്കുകയും വേണ്ട, ഭോഗം വിധികൃതം വർജിക്കുകയും വേണ്ട. ഇതിലൊക്കെ സുഖങ്ങൾ വന്നാൽ അനുഭവിച്ചോളൂ. പക്ഷേ അതിനു വേണ്ടി ഇങ്ങനെ ആഗ്രഹിച്ച് എല്ലാ കാലത്തും ആഗ്രഹിച്ച് അങ്ങനെയൊന്നും വേണ്ട. കിട്ടിയാൽ കിട്ടി, അതനുഭവിക്കാം. ആഗ്രഹിക്കേണ്ട എന്ന് മാത്രം. ഇതിലെല്ലാം ഒരു സമനില പാലിക്കുക എന്നതാണ് മനുഷ്യന് ഏറ്റവും വേണ്ടത് എന്നാണ് ലക്ഷ്മണൻ ഗുഹന് പറഞ്ഞു കൊടുക്കുന്നത്. സൗഖ്യദുഃഖങ്ങൾ സഹജമേവർക്കുമേ നീക്കാവതല്ല, സുരാസുരന്മാരാലും ലോകേ സുഖാനന്തരം ദുഃഖമായി വരും. ആകുലമില്ല ദുഃഖാനന്തരം സുഖം, നൂനം ദിനരാത്രി പോലെ ഗതാഗതം മാനസേ ചിന്തിക്കിൽ. അത്രയും അല്ലടോ ദുഃഖമധ്യേ സുഖമായും വരും, പിന്നെ ദുഃഖം സുഖമധ്യം സംസ്ഥമായും വരും. രണ്ടും അന്യോന്യ സംയുക്തമായേവനുമുണ്ട് ജലപങ്കമെന്ന പോലെ സഖേ. ആകയാൽ ധൈര്യേണ വിദ്വജ്ജനം ഹൃദി ശോകകർഷങ്ങൾ കൂടാതെ വസിക്കുന്നു. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.